ചേട്ടാ ഇപ്പൊ ചേട്ടൻ എന്താ ചോദിച്ചത്? ചേട്ടന് ഞാൻ വന്ന് നമ്മളെ മലപ്പുറത്ത് നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എന്തിനാണ് വന്നത്? കാര്യം അറിഞ്ഞോടെ ചോദിക്കുക. തിരുവനന്തപുരത്തുകാരനാണോ? ഇല്ല, ഞാൻ മാർത്താണ്ടാണ്, കന്യാകുമാരിക്കാരനാണ്. അതായത് ഇത് മലപ്പുറത്തുകാരല്ല, ഇത് കേരളത്തിന്റെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇന്നിവിടെ സംഗമിച്ചു. നമ്മുടെ കാന്തപുരം API അബൂബക്കർ അറിയാം, നല്ലോണം അറിയാം. ഈ ഉസ്താദ് കഴിഞ്ഞ ജനുവരി 1 കാസർകോട്ട് നിന്നും കേരള യാത്ര സംഘടിപ്പിച്ചു. ശരി. ഉസ്താദ് പറയുന്നത് മനുഷ്യർക്കൊപ്പം, അതായത് എല്ലാ മനുഷ്യരും ഒന്നാണ്. മനുഷ്യരെ നമ്മള് ജാതി, മതം, രാഷ്ട്രീയം ഇങ്ങനെ കലഹങ്ങളൊന്നും ഇല്ലാതെ. അതെ. ചേട്ടന്റെ പേരെന്താ? വിജയകുമാർ. വിജയകുമാർ. അപ്പൊ നമ്മളൊക്കെ എന്താ തോളോട് തോള് ചേർന്ന് ജീവിക്കേണ്ട. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ മതമേ ഒന്നുമില്ല, നമ്മള് സഹോദരന്മാര് അങ്ങനെ ജീവിക്കാം. അതെ, ഏകോപന സഹോദരന്മാർ. നമ്മുടെ മുൻഗാമികളൊക്കെ അതായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താണ് പല വിഷയങ്ങളുടെ പേരിൽ അയൽവാസികളാണെങ്കിൽ പരസ്പരം സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പരസ്പരം പ്രശ്നങ്ങള്. അപ്പൊ നമ്മളെ ആ പ്രശ്നങ്ങളല്ല, അതിനേക്കാളും വലുത് നമുക്കൊരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കുക, സംസാരിക്കുക, തീർക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങി. അതേപോലെ ഉസ്താദ് ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരോ ജില്ലകളും കടന്നു വരുമ്പോൾ ഓരോരോ ജില്ലയിൽ നേരിടുന്ന പ്രശ്നങ്ങള്, ഹോസ്പിറ്റലുകളുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്. അതെ അതെ. ഗൾഫിലുണ്ടായിരുന്നു നിങ്ങള്? ഇല്ല, ഗൾഫിൽ ഞാൻ ഉള്ള ആളുണ്ട്. ഗൾഫിലെ ഒരു ഈരാന്റെ ഒരു സ്ത്രീക്ക് കൂടെ അങ്ങനെ പരിചയിച്ചു. ഇടയിൽ ഒരു കേരളത്തിലുള്ള ഒരു സ്ത്രീക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തലയിട്ട് അത് നിർത്തിവെച്ചു. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂലൈ 16 ഇവരെ നിങ്ങൾക്കറിയാലോ, അറബി രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞാല് ഒരു ഇന്നലെ അറബി രാജ്യം ന്യൂസൊക്കെ നോക്കും. ഒരു പിന്നെ നമ്മളിപ്പം വധശിക്ഷ വിധിച്ചാല് അത് നടപ്പിൽ വരുത്തും. മുസ്ലിയാരാണ്. അപ്പൊ ഉസ്താദ് എന്താ ചെയ്തത്? 16-ാം തീയതി ഇത് പിന്നെ യുദ്ധം അവരെ പിന്നെ തലവെട്ടേണ്ടത് അതിന്റെ 2 ദിവസം മുമ്പെയാണ് ഉസ്താദ് ഈ വിഷയത്തിൽ അവിടെയുള്ള പല പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തി നിമിഷപ്രിയ എന്ന് പറഞ്ഞ ചെറിയ കാര്യം നിങ്ങൾ പറഞ്ഞ സർക്കാരോട് പറ്റിയിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് ഇന്ത്യൻ സർക്കാർക്ക് പറ്റിയിട്ടില്ല. പക്ഷെ കാന്തപുരം എന്ത് ചെയ്തു? അതിൽ ഇടപെട്ടു. അതല്ലേ ചോദിച്ചു, നിമിഷപ്രിയയുടെ വിഷയമല്ലേ ചോദിച്ചു? എനിക്കറിയാം. അത് നമ്മള് ബുക്കൊക്കെ പഠിക്കുമ്പോഴും നമ്മള് ഗൾഫ് ഇരുന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാം. അതെ അതെ. ഉള്ള കാര്യം സത്യമാണ്. അതെ, നമ്മളെ മുസ്ലിം മക്കള് മറ്റവർക്ക് തിരിക്കുന്ന ആളല്ല, സ്നേഹമുള്ള ആൾക്കാരാണ്. അതെ അതെ. അപ്പൊ നമ്മളെ തിരിക്കാണ്. ഉസ്താദ് എന്ന് പറയുന്ന ആള് നല്ല ഒരു മനുഷ്യനാണ്. നല്ലതോ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന. അത് എവിടെ സർക്കാരിന് മുമ്പിലാണെങ്കിലും തെറ്റ് തെറ്റാണ് എന്ന് പറയുന്നത്. അത് ഏത് സർക്കാരാണെങ്കിലും അതിന് വലതുപക്ഷം ഇടതുപക്ഷം അങ്ങനെയൊന്നുമില്ല. എല്ലാ സർക്കാരും ഉസ്താദ്. അപ്പൊ കഷ്ടത്തിൽ വരുമ്പോൾ മുനിസിപ്പൽ ലാസ്റ്റില് ഗവൺമെന്റ് ചെയ്ത കാര്യം കൂടെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറ്റും. അങ്ങേർക്കൊണ്ടേ പറ്റിയിട്ടുള്ളൂ, വേറെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ ഇവിടെ ഉള്ള മനസ്സിലാക്കാൻ പറ്റും. അതെ, നമ്മുടെ നാട്ടിൽ അതാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പരസ്പരം എന്താ വേണ്ടതുണ്ട്? കുറെ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്നൊരു തിരിഞ്ഞു നോക്കിയിട്ട് പരസ്പരം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാം ഒന്നാണ്, പ്രശ്നമല്ല. ഇതില് ഇടയിൽ ചീണ്ടാണ് ആൾ, അവരെല്ലാം ഉപേക്ഷിക്കണം. അവരെ ഒറ്റപ്പെടുത്തണം. അപ്പൊ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ പബ്ലിഷ് ചെയ്യും. പ്രശ്നമില്ല, ഒന്നും പ്രശ്നം. അപ്പൊ വളരെ സന്തോഷം. ഉസ്താദിന്റെ ഒരു ആത്മകഥ ഉണ്ട്, അത് പറ്റുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് പിന്നെ ആത്മകഥ നമ്മളെ ലൈബ്രറിയിലൊക്കെ നമ്മളെ ഇസ്ലാമിക് ലൈബ്രറി ഉണ്ടാവുമല്ലോ ഇവിടെ ഒക്കെ ഉള്ളേ. അപ്പൊ ആത്മകഥ ഇപ്പൊ 94 വയസ്സായി ഉസ്താദിന്. എനിക്കറിയാം, വയസ്സെന്ന് അറിയത്തില്ല. സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ മലപ്പുറം എന്നൊക്കെ ക്ലിയർ ആയിട്ട്. ഞാൻ സൗദിയിൽ പോയി ഒരു 17 വർഷം അവിടെ പണിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിറയെ അറിഞ്ഞുകൂടാ. ഇതിന്റെ മുസ്ലിമിന്റെ കാര്യങ്ങൾ എങ്ങനെ സമാധാനം കാര്യങ്ങൾ അത് മട്ടും അറിയാം. അവിടെ പണിക്കാവുമ്പോഴാ അവിടെ മുസ്ലിം അവര് സൗദികളാണല്ലോ. അപ്പൊ അവര് പറയേണ്ട വാർത്ത വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ജിമ്മാക്ക് പോകും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതാണ് എനിക്ക് മനസ്സിലാക്കി ചോദിച്ചത്. ഇവിടെ എന്ത് പ്രശ്നം? അവിടെ പ്രശ്നമൊന്നുമല്ല. അവിടെ ഏകദേശം 10,000-15,000 20,000 ആള് വന്നായിരുന്നു മൊത്തത്തിൽ. അത് പ്രശ്നം ചോദിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഒരു റാലി അത് എന്തിനാണെന്ന് ചോദിക്കുന്നത് അറിയാത്തോണ്ട് ചോദിച്ചത്. ഇത് സംഘടന കൂടി ഇതൊരു സന്ദേശമാണ്, മനുഷ്യർക്കൊപ്പം എന്നുള്ള സന്ദേശത്തിന്റെ ഭാഗമായിട്ട് ഒരു സെഞ്ചുറി ഗാർഡ് തന്നെ വലിയൊരു 6,000 പേര് അണിയിരുന്ന സംഭവമായിരുന്നു. വളരെ സന്തോഷം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. സന്തോഷം, വലിയ സന്തോഷം. ഓക്കെ, വിജയകുമാർ, വളരെ സന്തോഷം. ഓക്കെ, എല്ലാം കുറച്ച് പഠിച്ചു വെച്ച് കുറച്ചൊക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് വീണ്ടും അള്ളാന്റെ ദൈവം. അതെ അതെ.
അപ്പൊ ഓക്കെ അത് നിങ്ങൾ പറയും അത് പ്രശ്നമല്ല.